നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇയാളെ? അതാ നടന്നു വരുന്ന 3 പേരിൽ കാവിമുണ്ടിന്റെ ഒരറ്റം ഉയർത്തിപ്പിടിച്ച് നടന്നു വരുന്ന ആ മനുഷ്യനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ഭാഗം പൂർണ്ണമായും തളർന്ന് യഥാർത്ഥ ചികിത്സയിലേക്ക് എത്താനാവാതെ വീടിനകത്തെ കിടപ്പുമുറിയിലെ കട്ടിലിൽ രാപകലുകൾ തള്ളി നീക്കിയിരുന്ന കൂനഞ്ചേരി എന്ന ഗ്രാമത്തിലെ രാജീവേട്ടനാണ് ഇങ്ങനെ ഇപ്പോൾ പരസഹായമില്ലാതെ നടന്നു വരുന്നത്. അതെ, അതിനൊരു ചരിത്രമുണ്ട്. സഹജീവി സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഗ്രാമീണ കൂട്ടായ്മയുടെയും സുഗന്ധമുള്ള ചരിത്രം. നമസ്കാരം, ഞാൻ മനാഫ്. ഇത് രാജീവേട്ടൻ. നമ്മൾ നിൽക്കുന്നത് ഇവിടെ കൂനഞ്ചേരി എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള അത്തോളി ഭാഗത്തായിട്ട് കൂനഞ്ചേരി ഗ്രാമത്തിലുള്ളത്. ഞാനിവിടെ ഒരു പരിപാടിക്ക് വന്ന സമയത്ത് ആണ് രാജീവേട്ടൻ ഇങ്ങനെ സുഖമില്ലാതെ സ്ട്രോക്ക് വന്ന് കിടപ്പിലാണെന്നുള്ള കാര്യം അറിയുന്നത്. അങ്ങനെ അപ്പം തന്നെ പിറ്റേ ദിവസം തന്നെ നമ്മൾ രാജീവേട്ടനെ മിറാസ് ഹോസ്പിറ്റലിൽ നോളജ് സിറ്റിയിലുള്ള അവിടെ കൊണ്ടുപോയി സ്ട്രോക്കിനുള്ള ട്രീറ്റ്മെന്റ് ആരംഭിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവർക്ക് ലിവറിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, കിഡ്നിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 10 ദിവസമായിട്ട് മൂത്രമൊന്നും പോകില്ല. അങ്ങനെ ചികിത്സ തുടങ്ങി. ഇപ്പം ആള് പൂർണ്ണ ആരോഗ്യവാനായി നടക്കണ രൂപത്തിൽ നടന്ന് ഇവിടേക്ക് വീണ്ടും അവരുടെ സുഹൃത്തുക്കള് നാട്ടുകാരെ ഇടയിൽ ജീവിക്കാൻ തുടങ്ങി. ഇത് ഈ ഒരു വീഡിയോയിലെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാജീവേട്ടൻ ഒരു ഇൻസ്പിറേഷനാണ്, മറ്റുള്ളവർക്ക് ഒരു പ്രതീക്ഷയാണ്. ഇങ്ങനെ ആവണം. ഒരു രോഗം വന്ന് തളർന്ന് വീട്ടിന്റെ ഉള്ളിൽ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടേണ്ട ജീവിതമല്ല, വീണ്ടും ജീവിതത്തിലേക്ക് പടപൊരുതി വരണം. രോഗിയാവുക എന്ന് പറഞ്ഞാൽ എല്ലാരും രോഗിയാക്കാം. ആ രോഗത്തിൽ നിന്ന് പടപൊരുത്തിയിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു ഫൈറ്റിംഗ് ആണ്. നല്ലൊരു ഫൈറ്ററാണ്. അതിന് ഈ നാട്ടിലുള്ള ഒരുപാട് നല്ല മനുഷ്യർ ഇതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രയാസം വരുമ്പം കൂടെ നിൽക്കുക എന്ന് പറയുന്നത്, ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ഈ നാട്ടിലുള്ള ആളുകൾ ചെയ്തത്. നാട്ടിലുള്ള ഇവർക്കൊക്കെ വേണ്ടപ്പെട്ട രാജീവേട്ടന് സുഖമില്ലാതായി നമ്മളെ അറിയിച്ച് നമ്മളും ഇവരും എല്ലാരും കൂടി രാജീവേട്ടനെ പഴയ മാതിരി തന്നെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. രാജീവേട്ടന് ആ ചികിത്സാ സമയത്തുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. പിന്നെ ഇപ്പം ഇങ്ങനെ നോർമലായി വരികയാണ്. ഇനിയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതും മാറിക്കിട്ടും. നടന്നിട്ടാണ് വന്നത്. ഇവിടുത്തെ ഒരുപാട് കാര്യങ്ങളിൽ സജീവമായിട്ട് ഇവരോടുകൂടെ ഈ ഒരു ഗ്രാമം ഒരു പ്രത്യേകത ഉള്ളതാണ്. ഇവിടെ എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച് ഒരു ഗ്രാമത്തില് എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പൊ ഇവിടെ അടുത്തത് വരെ കൂട്ടായ്മയുടെ ഒരു ജിമ്മ് വരെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വഴിവിളക്ക് ഉദ്ഘാടനത്തിന് ഞാൻ ഇവരെ ക്ഷണപ്രകാരം ഇവിടേക്ക് വന്നതായിരുന്നു. അപ്പൊ ഈ നാട്ടിലുള്ള പല കാര്യങ്ങളും ഞാൻ ഇതിന്ന് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച നാടാണ്. അതായത് വഴിവിളക്കിനും മറ്റു ഫെസിലിറ്റികൾക്കും വേണ്ടിയിട്ട് ഗവൺമെന്റിനെ ആശ്രയിച്ച് നിൽക്കാതെ നാട്ടുകാരെന്നെ നാടിന്റെ ആവശ്യങ്ങൾ സ്വയം ചെയ്തു പോണ ഒരു നല്ലൊരു കൂട്ടായ്മ ഈ നാട്ടിൽ കാണാനിടയായി. ഇവരുടെ ഒരു ഒത്തൊരുമയും ഈ മനുഷ്യന് ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് വല്ലാതെ മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുകയാണ്. നമ്മൾ ചെയ്തു പോകുന്ന പല പ്രവർത്തികൾക്കും ഇതൊരു ഊർജമാണ് ഞമ്മക്കും ഉണ്ടാക്കി തന്നത്. രാജീവേട്ടൻ ഇനി ജോലിയിലേക്കൊക്കെ തിരിച്ചു വരാൻ കഴിയാത്ത കൂലിപ്പണി കഴിഞ്ഞല്ലേ? കൂലിപ്പണി കഴിഞ്ഞു. രാജീവേട്ടൻ എന്താ പറയാനുള്ളത്? രാജീവേട്ട സംസാരത്തിൽ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ? സന്തോഷല്ലേ? സന്തോഷായില്ലേ അല്ലേ? ഇങ്ങനെ കിടന്നിട്ട് ഡോക്ടർ 10 ദിവസം മൂത്രം പോവായിട്ട് തന്നെ ഡോക്ടർ എന്താ അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സമയത്താ എത്തിച്ചത്.
ഇത് കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല അവയവങ്ങൾക്കും ബാധിച്ചു തുടങ്ങിപ്പോയിന്. മനുഷ്യൻ 10 ദിവസമൊക്കെ മൂത്രം വയ്ക്കാൻ കഴിയാതെ നിൽക്കുക പറഞ്ഞാൽ മനുഷ്യന് ഇവിടെ 2 മണിക്കൂർ കഴിയില്ല. 10 ദിവസം പല രോഗങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു ശൈലി. ഇപ്പൊ വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ? വെള്ളം നല്ല കുടിക്കണം കേട്ടോ. ഡോക്ടർ അതാ പറയുന്നത്. പിന്നെ ഈ കൈയിന്റെ ഫിസിയോ ചെയ്യുക കേട്ടോ. സ്വയം ചില കാര്യങ്ങളും എന്താണ് സ്വയം ചെയ്തിട്ട് പടം വരുക. ഡെയിലി ഇങ്ങക്ക് തോന്നണം നിങ്ങൾക്ക് ഈ ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത്. മറ്റുള്ള മരുന്നും മന്ത്രത്തിനും ഒക്കെ ഒരു പരിധി ഉണ്ട്. നിങ്ങളെ ഇച്ഛാശക്തിക്കാണ് ഏറ്റവും കൂടുതൽ. ഇച്ഛാശക്തിനെക്കാട്ടും വലിയൊരു മരുന്ന് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വന്തം ഇച്ഛാശക്തി ഉണ്ടാവണം. അപ്പോ നമ്മളിവിടേക്ക് കൊണ്ടുവന്ന ഈ 2 മാർഗ വ്യക്തികൾ ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരും, അപ്പൊ ഇവർക്ക് എന്താണ് ഇതിനെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നുള്ളത് അവര് പറയട്ടെ. ഞങ്ങളെ കൂട്ടായ്മയുടെ തെരുവുവിളക്കിന് ഉദ്ഘാടനത്തിനാണ് മനാഫ് ഖാനെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നത്. ഞങ്ങൾ കൂട്ടായ്മയുടെ ഒരാളായിരുന്നു, ഒരു അംഗമായിരുന്നു രാജീവ്. അപ്പോൾ രാജീവിന് അസുഖമാണ്, കിടപ്പിലാണ്, സ്ട്രോക്ക് വന്ന് കിടപ്പിലാണ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം വീട്ടിൽ വരികയും അതിന്റെ അടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സൗകര്യം മനാഫ് ഖാൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതിന് പിറ്റേന്ന് തന്നെ അതിന് ആംബുലൻസ് ഒക്കെ സെറ്റാക്കി പിന്നെ നോഡൽ സിറ്റിയുള്ള ഹോസ്പിറ്റലിൽ മനാഫ് ഖാൻ സ്പോട്ടിൽ തന്നെ ഡോക്ടറെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ്, അഡ്മിറ്റ് ചെയ്ത് 10 ദിവസത്തെ ട്രീറ്റ്മെന്റ് ആണ് നൽകി. അതിനുശേഷം തുടർച്ചയായി മരുന്ന് കൊടുക്കുകയും അതേ രീതിയിൽ മനാഫ് ഖാൻ ഇടയ്ക്കിടയ്ക്ക് ഈ അസുഖമായിട്ട് രാജീവന്റെ അസുഖത്തെ പറ്റി ഞങ്ങളോട് ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാജീവൻ സ്വയം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ ഈ കടയുടെ അടുത്തേക്ക് സ്വന്തം നടന്നു വരാനുള്ള ഒരു സാഹചര്യത്തിൽ രാജീവൻ എത്തിയിട്ടുണ്ട്. അന്ന് മനാഫ് ഖാൻ വന്നത് പോലും രാജീവൻ ഓർമ്മയില്ല, അങ്ങനെ അറിയില്ല. രാജീവൻ ഞങ്ങൾ സ്ട്രക്ചറിൽ എടുത്തിട്ടാണ് അന്ന് കൊണ്ടുവന്നത്. എങ്ങനെയാണ് ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ, എന്താണ് പറയാ, സ്ട്രോക്ക് വന്ന് ആകെ കൊഴിഞ്ഞു പോയ ഒരവസ്ഥയിലായിരുന്നു രാജീവൻ. ഇന്ന് രാജീവൻ വളരെ എനർജറ്റിക് ആണ്. തീർച്ചയായും മനാഫ് ഖാന്റെ ഇടപെടലോടും നിങ്ങളെല്ലാരും ഒരു കൂട്ടായ്മ ഒരു എപ്പോഴും എല്ലാത്തിനും ആവശ്യം. നമ്മളിപ്പോ ആ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഉള്ളത്. ഈ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ ഒരാളെ നിങ്ങൾ ചെയ്ത കാര്യം ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഒരാള് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെടാൻ എളുപ്പമാണ്. ആ നഷ്ടപ്പെടുന്ന ആളെ ആ കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കാൻ ഈ നാട്ടിലുള്ള ആളുകൾ കാണിച്ച ആ ഒരു പ്രയത്നം അതൊരിക്കലും എന്താ പറയാ വിസ്മരിക്കപ്പെടാൻ പാടില്ല. നമ്മളത് എന്നും ഈ ഒരു വീഡിയോയില് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇതൊരു പ്രചോദനമാവട്ടെ. നമ്മളെ കേരളത്തിലുള്ള ഗ്രാമങ്ങളിലായിക്കോട്ടെ ടൗണുകളിലായിക്കോട്ടെ ഇങ്ങനെ പല ആളുകളും എന്താ പറഞ്ഞ വീട്ടിന്റെ ഉള്ളില് 4 ചുമരിന്റെ ഉള്ളില് അസുഖബാധിതനായി കിടന്നുപോയി മരണപ്പെടുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് ഒരു പറ്റം സുഹൃത്തുക്കള് നാട്ടുകാര് കൂടി ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ഫൈറ്റിലാണ്. ആ ഫൈറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് രാജീവേട്ടന്റെ ഈ നാട്ടിലുള്ള ആളുകൾ. നിങ്ങളെ കൂട്ടായ്മ എന്ന് പറഞ്ഞാല് ഏകദേശം ഈ പ്രദേശത്തെ 400ഓളം ആളുകൾ, ചെറുതും വലുതുമായ സ്ത്രീകളും പുരുഷന്മാരും നാനാജാതി മതസ്ഥരും എല്ലാ രാഷ്ട്രീയക്കാരും ഉൾപ്പെട്ട 400ഓളം ആളുകൾ ഉള്ള ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഞങ്ങൾ തീരുമാനിച്ച ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുക എന്നതിൽ തീരുമാനിക്കുകയും അതിന് 55ഓളം സ്ട്രീറ്റ് ലൈറ്റുകൾ ഇവിടെ മാറ്റി വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനത്തിന് മനാഫ് ഖാനെ കൊണ്ടുവരിക എന്ന് ഞങ്ങൾക്കൊരു ആശയം വന്നു. ആ തരത്തിലാണ് മനാഫ് ഖാൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. അപ്പോ അവിടെ ഞങ്ങളൊരു സ്റ്റേജിൽ നിന്ന് തന്നെ മനാഫ് ഖാനോട് ഈ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊരു ആവേശവും ഞങ്ങളുടെ അതിനോടുള്ള ഞങ്ങളുടെ ആ ഒരു താല്പര്യവും അതിലുപരി ഞങ്ങളുടെ താല്പര്യം കണ്ടുകൊണ്ട് എനർജറ്റിക് ആയിട്ട് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള മനാഫ് ഖാനയുടെ മനസ്സും അത് രണ്ടും കൂടി ഒത്തുചേർന്നപ്പോഴാണ് രാജീവൻ ഏറ്റവും ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഇത് മനാഫ് ഖാൻ പറയുമ്പോൾ തന്നെ കൂട്ടായ്മയിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. ഒരാളുടെ മാനസികമായിക്കൊണ്ടും സാമ്പത്തികമായിക്കൊണ്ടും ശാരീരികമായിക്കൊണ്ടും ഒരാൾ തകരുമ്പോൾ മറ്റുള്ളവരെ എന്നെ താങ്ങാൻ, എന്നെ സഹായിക്കാൻ എനിക്കൊരു കൈതരാൻ മറ്റുള്ള ആളുകൾ ഉണ്ട് എന്നതാണ് സത്യത്തിൽ രാജീവന് മരുന്നിനെക്കാട്ടുള്ള ഏറ്റവും വലിയ രാജീവേട്ടൻ ഞങ്ങൾക്കൊക്കെ ഒരു കൂടപ്പുറപ്പിനെ പോലെയാണ്. അപ്പോൾ അദ്ദേഹം തളർന്നു പോകുക എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ തളർന്ന പോലെയാണ്.
അങ്ങനെ ഞങ്ങളൊരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിന്റെ ഉദ്ഘാടനത്തിന് ഏതോ ദൈവം എത്തിച്ച പോലെ ഞങ്ങളുടെ മുമ്പിൽ മനാഫ് ഖാൻ എത്തിച്ചു. മനാഫ് ഖാനോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അപ്പം തന്നെ അതിന് വേണ്ട രാജീവേട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ ചെയ്യുകയും അതിനനുസരിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ രാജീവേട്ടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ഒരു 10 ദിവസത്തോളം അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് എന്നെ നിരന്തരം വിളിക്കും മനാഫ് ഖാൻ, എന്താണ് രാജീവേട്ടന്റെ സ്ഥിതി. പ്രത്യേകിച്ച് മാത്രമല്ല, ഞങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ രാജീവേട്ടന്റെ അടുത്ത് എത്തിയത് നമ്മളെ മനാഫ് ഖാൻ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു താങ്ങും തണലായിട്ട് ഞങ്ങളെ കൂടെ, ഈ കൂട്ടായ്മേന്റെ കൂടെ, അതും ഒരു സജീവ പ്രവർത്തകന് വേണ്ടിയിട്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്നൊരു വ്യക്തിയാണ് മനാഫ് ഖാൻ. അപ്പോൾ ഞങ്ങളെ ഈ കുഞ്ഞഞ്ചേരി കൂട്ടായ്മയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ് മനാഫ് ഖാൻ.